സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനം നിയമവിധേയമാക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. എല്ലുകൾ ഒടിയാതെ ഭാര്യമാരെ ശിക്ഷിക്കുന്നതാണ് അനുമതി. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ സന്ദർശിച്ചാൽ ഭാര്യയ്ക്ക് തടവ് ശിക്ഷയാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. മതരാഷ്ട്രവാദത്തിന്റെ ദുരന്തമാണോ താലിബാനിൽ കാണുന്നത്? പൊതുജനങ്ങൾ പ്രതികരിക്കുകയാണ്. കാണാം എത്തരത്തിലാണെന്ന്. ഒരിടവേളയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാനും താലിബാനുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ഇതിന് കാരണം അഫ്ഗാനിസ്ഥാന്റെ മതരാഷ്ട്രപരമായിട്ടുള്ള നിലപാടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മതരാഷ്ട്രവാദം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും മതരാഷ്ട്രവാദം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം മനുഷ്യർ മതത്തിലൂടെ ഊന്നിയിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനാ ബന്ധങ്ങൾക്ക് ഇതില്ലല്ലോ. രാഷ്ട്രമായതുകൊണ്ടാണ് താലിബാൻ ഭരണം മതരാഷ്ട്രമാണല്ലോ. ഹിജാബ് ധരിക്കുക, പർദ്ദ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. ഇതൊക്കെ സൃഷ്ടിച്ചത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഇങ്ങനെ ഒരു അവിടെ മതതീവ്രവാദികളൊക്കെ പ്രേരിപ്പിച്ചതും അവരെ താലിബാനൊക്കെ ആക്കിയത് അമേരിക്ക തന്നെയാണ്. മതരാഷ്ട്രമായ പിന്നെയാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ശരിയാണ്. അത് പക്ഷേ ആ രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമാണ്, അവിടുത്തെ ജനങ്ങളുടെ കാര്യമാണ്. അതവരുടെ പരിഹാരം അവർ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും അമേരിക്ക ഉണ്ടാക്കി വെച്ചതിൻ്റെ ഫലം ഇപ്പം കൊയ്യാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്താ, ഇറാനിൽ ഇത് ഇന്നലെ അടിച്ചു കഴിഞ്ഞു, ഇനി അത് ചെയ്തുകൊണ്ടിരിക്കും. ഈ എവിടെ നിന്നാണോ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സ്, കൊളോണിയലിസ്റ്റ് ഫോഴ്സ് തിരിച്ചു പോയത്, അവർ തിരിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ കുറേ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ബേസാണ് അഫ്ഗാനിസ്ഥാൻ. എല്ലാ ചാരത്തിന് പിന്നിലും ഒരു തീയുണ്ടാകും. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വിതച്ച വിഷവിത്തുകൾ ഇനിയും അടങ്ങിയിട്ടില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിബിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.